100% സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഏതാണ്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ക്രമത്തിൻ്റെ സാഹചര്യത്തിൽ ഏതാണ് സേഫ്, ഏറ്റവും ബെസ്റ്റ് ഏതാണ്, ഏറ്റവും പ്രോഫിറ്റ് ഏതാണ്. ഹലോ, നമസ്കാരം. നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോകൾ ഒരുപാട് ആളുകൾ കണ്ട് പലർക്കും ഗുണകരമായതും പല കമൻറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ കൂടുതലായി ഇതിനെക്കുറിച്ച് എന്താണ് ഇനി ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ വീഡിയോയ്ക്ക് അടിയിലും വരുന്ന കമൻറ്റുകൾ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് എന്താണ് ഇനി കൂടുതൽ ആവശ്യം, എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു ഉത്കണ്ഠ, ഒരു ടെൻഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് സേഫ് ആയിരിക്കാൻ പറ്റുക. 100% സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഏതാണ്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ക്രമത്തിൻ്റെ സാഹചര്യത്തിൽ ഏതാണ് സേഫ്, ഏറ്റവും ബെസ്റ്റ് ഏതാണ്, ഏറ്റവും പ്രോഫിറ്റ് ഏതാണ് എന്നുള്ള രൂപത്തിലുള്ള സംശയങ്ങളുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കെട്ട്, ഒരു സംശയങ്ങളുടെ ഒരു ഭാണ്ഡം തന്നെ ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്ത് ചെയ്യണം എന്നുള്ളത് പ്രശ്നം. ഈ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, മെയിനായിട്ടുള്ള പ്രശ്നം, നമ്മളുടെ അടുത്തൊരു എമൗണ്ട് നിലവിലുണ്ട്. ഈ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക് എത്രത്തോളമാണ്. റിസ്ക് ഇല്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. നമ്മൾ ഒരു ബിസിനസ്സായി കഴിഞ്ഞാലും, എന്തൊരു കൃഷിയായി കഴിഞ്ഞാലും, നമ്മൾ എന്തായി കഴിഞ്ഞാലും, നമ്മൾ ഹെൽത്തായി കഴിഞ്ഞാലും, നമ്മൾ ജീവിതമായി കഴിഞ്ഞാലും, നമ്മൾ ഹെൽത്തി ആയിട്ട് കുറേ ദിവസങ്ങൾ, കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അസുഖങ്ങൾ വരും. ഒരു പനി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും, നമ്മൾ അതിനുള്ള മെഡിസിൻ കഴിക്കും, നമ്മൾ റെസ്റ്റ് എടുക്കും. അങ്ങനെ അസുഖം മാറും. പൂർവാധികം ശക്തിയോടെ, ആരോഗ്യത്തോടു കൂടി നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തും. നമ്മൾ വീണ്ടും അധ്വാനിക്കും, വീണ്ടും പണം ഉണ്ടാക്കും. ഈ ഒരു രീതി തന്നെയാണ്, ഈ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഏതൊരാൾക്കും അഭിമുഖീകരിക്കേണ്ടി വരിക. ടെൻഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലോകത്ത് ഇല്ല, ഒന്നുമില്ല. നമ്മുടെ ജീവിതം പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഒരു എമൗണ്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ അടുത്തൊരു എമൗണ്ട് ഉണ്ടാവും. ഈ എമൗണ്ട് കൊണ്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ RDയിൽ എങ്ങനെ പലതരത്തിൽ, അല്ലെങ്കിൽ ഗോൾഡ്, അല്ലെങ്കിൽ ലാൻഡ്, ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പലതരത്തിൽ നമ്മൾ മാറ്റിവെക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫണ്ട് നമ്മളെ കയ്യിൽ എപ്പോഴും വേണം. ദീർഘകാലത്തേക്കുള്ള ഫണ്ട് നമ്മുടെ അടുത്ത് എപ്പോഴും വേണം. അതേപോലെ ഷോർട്ട് ടേം ആണെങ്കിൽ റിസ്ക് കൂടുതലായാലും കുഴപ്പമില്ല, നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണം. ഇങ്ങനെ തരം തിരിച്ചുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കാർഷിക മേഖലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഉദാഹരണം പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു കൃഷിസ്ഥലത്ത് ഒരു കൃഷി ചെയ്യുമ്പോൾ അതിനിടയിൽ കുറച്ച് ഇടവേളകൾ ഉണ്ടാവും. ഇടവേളകൾ നമ്മളിപ്പോൾ റബ്ബർ വെക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വർഷം ചെയ്യും, അതിനകത്ത് പൈനാപ്പിളോ അല്ലെങ്കിൽ വാഴയോ അല്ലെങ്കിൽ ചേനയോ എന്തെങ്കിലും വെക്കും. എന്നിട്ട് ആ റബ്ബർ വലുതാനും വളരുന്നതിനനുസരിച്ച് ഈ കൃഷി നമ്മൾ ഒഴിവാക്കും. അതുപോലെ തന്നെ പാടത്ത് നമ്മൾ ഫാമിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു വാഴ വെക്കുകയാണെങ്കിൽ അതിനിടയിൽ വല്ല ചേമ്പ്, ചേനങ്ങൾ, ആസനം, ഇത് സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം ആയതുകൊണ്ടാണ് പറയുന്നത്. ഇതുപോലെ ആയിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ കൃഷിയാണെങ്കിൽ തന്നെ ഉദ്ദേശിക്കാം, ഒരു കാറ്റ് വന്ന് വാഴയിൽ നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് താങ്ങായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ്, നമ്മൾ നഷ്ടം നികത്താൻ താഴത്തുള്ള ചെറിയ ഈ കൃഷിക്ക് കഴിയും. അതേപോലെ തന്നെ റബ്ബറിൻ്റെ കാര്യമായി കഴിഞ്ഞാലും തൈകൾ നശിച്ചു പോയി കഴിഞ്ഞാലും അതിന് ഇടവിളയായിട്ടുള്ള വിളകൾ നമ്മൾ സംരക്ഷിക്കാൻ നമുക്ക് സാമ്പത്തികമായിട്ട് സ്ട്രെങ്ത് തരും. ഇതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, നമ്മളെ ഈ യൂട്യൂബ് ചാനൽ പഴയ വീഡിയോകൾ കുറേ ഉണ്ട് ഇൻവെസ്റ്റിനെ കുറിച്ച്. നമ്മൾ ഷെയർ മാർക്കറ്റിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്താണ്, എങ്ങനെയാണ് ഇത് തുടക്കം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാം കണ്ട് നിങ്ങൾ വന്നതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. നിങ്ങൾ കൃത്യമായൊരു രൂപരേഖ ഇതിനെക്കുറിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ 1 by 1 ആയിട്ട് പറയുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന റിസ്ക്. മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു 1 lakhs ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. 1 lakhs ഇൻവെസ്റ്റ് ചെയ്തു. എന്ത് ചെയ്യുക? മാർക്കറ്റ് ക്രാഷായി, ഡൗൺ ആയി കഴിയുന്ന പല കാരണങ്ങളുണ്ട്. മാർക്കറ്റ് ഡൗൺ ആവുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ രാജ്യങ്ങളുടെ ബഡ്ജറ്റ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, യുദ്ധം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പല വിഷയങ്ങളും മാർക്കറ്റിനെ ബാധിക്കും. ഇങ്ങനെ മാർക്കറ്റ് ക്രാഷായി കഴിയുമ്പോൾ ശരിക്കും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പോയി 1 lakhs നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 70,000 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? അവിടെ 30,000 ലോസ് വന്നു. ഇങ്ങനെ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒരു വിഷയം. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ
ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ മനസ്സിലുള്ളൊരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഇൻവെസ്റ്റ് ചെയ്തു വളർച്ച മാത്രം സംഭവിച്ചുകൊണ്ടേയിരിക്കണം, മേൽപോട്ട് മാത്രം പോകണം എന്നുള്ള ചിന്ത ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ചെറിയ ക്രാഷ് വന്നു കഴിഞ്ഞാൽ അപ്പത്തിന് ടെൻഷനായി. ടെൻഷനായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അയ്യോ ഇതെന്ത് ചെയ്യും, അതപ്പോൾ താഴോട്ട് പോകണം, 1,00,000 ഉള്ളത് 70 ആയി, 30 ലാക്ക് പിന്നെ 1000 ലോസ് വന്നു, ആകെ ടെൻഷനായി. ഈ ടെൻഷനിൽ പോയിട്ട് നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കണോ അത് പാളിപ്പോകും. ടെൻഷനോ അല്ലെങ്കിൽ നമ്മളുടെ അഗ്രസീവ്നെസ്സോ അല്ല ഇതിൻ്റെ പ്രശ്നം. ഇത് നമുക്ക് പ്ലാനിങ് ആണ് വേണ്ടത്, പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിനെ തരണം ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ അതിന് ശേഷം വരും. ഒരു ക്രൈസിസ് വന്ന് ഡൗൺ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും. നമ്മൾ പൂർവ്വമായിട്ട് മുന്നേയുള്ള ഓരോ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം താഴെ വന്നു കഴിഞ്ഞാലും നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ നിലവിലുള്ള നമ്മളെ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, മറ്റ് കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ഡൗൺ വന്നു കഴിഞ്ഞാൽ അത് മേലോട്ട് തന്നെ പോകും. നമുക്കറിയാം കോവിഡ് വന്ന സമയത്ത് എന്താ സംഭവിച്ചത്, ഇപ്പോൾ എന്താ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ അടുത്തത് മിഡിൽ ഈസ്റ്റ് പിന്നെ ഇവിടെ പ്രശ്നങ്ങൾ അത് തിരിച്ചു വരും, പൂർവാധി ശക്തിയായിട്ട് തിരിച്ചു വരും. ഇങ്ങനെയാണ് ഇത് മാർക്കറ്റ്. പക്ഷെ അങ്ങനെ ഒരു ക്രൈസിസ് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ ടെൻഷനായി എല്ലോ താഴെ പോകുന്നു, അയ്യോ അപ്പത്തിന് വിറ്റൊഴിവാക്കുക, നമ്മുടെ ശരീരം തട്ടിയുന്നത് ഒഴിവാക്കിയുള്ള പൈസ നമ്മൾ സേഫ് ആക്കാമെന്ന ചിന്തയിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നഷ്ടം തന്നെ. അപ്പോൾ പ്രോബ്ലം 1 മാർക്കറ്റ് റിസ്ക്. ഈ റിസ്ക് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായി പറ്റൂ. പക്ഷേ ഈ റിസ്കിലൂടെയാണ് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളൂ, നമുക്ക് ഉയർച്ചയിലെത്താൻ കഴിയുള്ളൂ, സാമ്പത്തികമായി വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 മാർക്കറ്റ് റിസ്ക് നമ്മൾ എടുക്കാൻ നമ്മൾ ഏത് സമയത്ത് നമ്മൾ തയ്യാറായിരിക്കുക. ഓക്കെ, അടുത്തത് ഇമോഷണൽ ഡിസിഷൻ. നമുക്ക് ഭാവനയാണ്, ഓരോ ഭാവനകൾ വരികയാണ്. ഏതൊരു മനുഷ്യനും ഭാവനകൾ ഉണ്ടാവും. നമ്മൾ ചില ആളുകളൊക്കെ ഫുൾ ടൈം ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരു പ്രത്യേക ലെവലിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അമിതമായിട്ട് ഉത്കണ്ഠപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭാവനകളിൽ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 500 രൂപയ്ക്ക് അല്ല 500 രൂപയ്ക്ക് ഞാനൊരു ഷെയർ വാങ്ങാൻ തീരുമാനിച്ച് ഞാനത് വാങ്ങണില്ല. നെക്സ്റ്റ് ഡേ അത് 550 ആയി. ഓക്കെ, 550 ആയപ്പോൾ ഞാൻ പെട്ടെന്ന് ഡിഡീന്ന് തലേ ദിവസം 500 ആയിരുന്നപ്പോൾ വാങ്ങാത്ത ആള് പിന്നീട് ആവാം നമ്മൾ ചിന്തിക്കട്ടതൊക്കെ കരുതിയ ആള് നെക്സ്റ്റ് ഡേ 550 ആയപ്പോൾ ഡിഡീന്ന് ഡിസിഷൻ എടുത്തു, തീരുമാനം എടുത്തു, പോയി വാങ്ങിച്ചു. അടുത്ത ദിവസം അത് 450 ആയി. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു രീതി. ഈ രീതികൾ നമ്മൾ മനസ്സിലാക്കണം. ഇത് അതിനനുസരിച്ച് നമ്മൾ മാറണം. 500 550 ആയി, പോയി മേടിച്ചു, 450 ആയി. ചിലപ്പോൾ അടുത്ത ദിവസം 350 300 ആവും. പാനിക്കാവരുത്. നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരിക്കലും മാർക്കറ്റ് നീങ്ങില്ല. അതുകൊണ്ട് പാനിക്കാവാതെ ഇരിക്കുക. അതാണ് രണ്ടാമത്തെ തീരുമാനം, രണ്ടാമത്തെ കാര്യം ഇതാണ്. അടുത്തത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമുക്ക് അറിവില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാനും ഇത് പഠിക്കാനും ശ്രമിക്കാതെ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നെ മീഡിയകളിൽ കണ്ട കാര്യങ്ങൾ വെച്ച് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് പറയണേ നമ്മൾ പിന്നെ ഇതിൽ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മേഖലയിൽ പിന്നെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രോഫിറ്റാണ്, ഭയങ്കരമായിട്ടുള്ള വളർച്ച വളരുന്നുണ്ട്. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി ഇത് കേട്ടിട്ടുണ്ടാകും. ഇത് എത്ര തരമുണ്ട്, ഇതിൽ ഏതൊക്കെയാണ് ഇതിൻ്റെ മൂല്യം, എത്രത്തോളം വളർച്ച ചിന്തിക്കില്ല. പോയി ഏതെങ്കിലും ഒരാളോട് സംസാരിച്ച് നമ്മൾ പോയിട്ട് ഇത് വാങ്ങി ഒരു 1 ലക്ഷം ഇത് വാങ്ങിയത് ഉദാഹരണത്തിന് കരുതുക, ഉള്ള കാശ് കൊണ്ട് ഇത് വാങ്ങിച്ചു കരുതുക. വാങ്ങിച്ച് പിന്നീടാണ് അറിയണത് ഇത് ഫ്രോഡാണ്. ഞാനിപ്പോയി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഇയാൾ പോയി ബന്ധപ്പെട്ട് ഇത് സാധനം പർച്ചേസ് ചെയ്ത് ഫ്രോഡുകളാണ്, തട്ടിപ്പ് സംഘത്തിൻ്റെ അടുത്ത് നിന്ന് അത് മേടിച്ചത്. ആരോ പറഞ്ഞു, ആരുടെ പോയി ഇത് മറ്റു കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ അല്ലെങ്കിൽ ആലോചിക്കാതെ കൃത്യമായ ഒരു രൂപരേഖ ഇല്ലാതെ ഇത് പോയി മേടിച്ച് പിന്നെയാണ് അറിയണത് ഇങ്ങനെ സംഭവം ഇത് തട്ടിപ്പായിരുന്നു. തട്ടിപ്പ് ഒരുപാടുണ്ട് ഈ മേഖലയിൽ, അതുകൊണ്ട് തട്ടിപ്പായിരുന്നു. അതുകൊണ്ട് എന്തായി, ആ ഫുൾ ക്യാഷ് പോലെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ട് ഇതിനെക്കുറിച്ച് അറിയാതെ ചിന്തിക്കാതെ പഠിക്കാതെ പോയി എടുത്ത് ചാടുന്നത്, അതാണ് അടുത്ത വലിയ പ്രശ്നം. അങ്ങനെ ഒരുപാട് ആൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത പ്രോബ്ലം ലിക്വിഡിറ്റി പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അടുത്ത് 1 lakhs ക്യാഷ് ഉണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആ സമയത്ത് നമുക്ക് മറ്റ് പ്രത്യേകിച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തു, ഈ 1 lakhs കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് നമ്മൾ ലാൻഡിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റെന്തോ ആവട്ടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഇല്ലാത്ത, അതായത് നമുക്കിത് പണമാക്കി മാറ്റാൻ പറ്റാത്തതായിട്ട് ഫുൾ എമൗണ്ട് കൊണ്ട് ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം നമ്മുടെ ജീവിതമാണ്. ഇന്നത്തെ പോലെ അല്ല നാളെ. ഇപ്പോൾ നാളെ പെട്ടെന്നൊരു പിന്നെ ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും എമർജൻസി കേസുകൾ അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ പിന്നെ ഫാമിലിയിൽ എഡ്യൂക്കേഷൻ്റെ വിഷയം, മക്കൾക്കാർക്കും എഡ്യൂക്കേഷൻ്റെ വിഷയം, പെട്ടെന്നൊരു ഫണ്ട് ആവശ്യം വരികയാണ് അല്ലെങ്കിൽ എന്തൊരു എമർജൻസി ആവശ്യം വരികയാണ്.
ഈ സമയത്ത് നമ്മളുടെ ഈ ബൾക്കായ എമൗണ്ട് ഒരുമിച്ച് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ഇതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ലിക്വിഡിറ്റി ആക്കാതെ ക്യാഷാക്കി മാറ്റാൻ കഴിയാത്തൊരവസ്ഥയാലാണ് നമ്മൾ കൊണ്ട് വെച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയില്ല. അത് നമ്മളെ വല്ലാതെ ടെൻഷനിലാക്കും. നമ്മൾ ടെൻഷനിലാക്കിയിട്ട് പിന്നെ ഈ സമയത്ത് ഉദാഹരണത്തിന് ലാൻഡാണ്, ഭൂമിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഭൂമിയിൽ വിൽക്കാൻ ഒരാളെ കണ്ടെത്തുന്ന പാടാണ്. അപ്പോൾ നമ്മൾക്ക് ഭൂമി ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം വാങ്ങാൻ ആളില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വിൽക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചെങ്കിൽ വാങ്ങുന്ന ആൾ മാക്സിമം അത് പ്രൈസ് താഴെ കൊണ്ടേ നിർത്തും, എന്നിട്ടേ വാങ്ങുള്ളൂ. അപ്പോൾ ചില ഘട്ടങ്ങളിൽ എന്താ സംഭവിക്കുക വെച്ചെങ്കിൽ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, നമുക്ക് നഷ്ടം സംഭവിച്ചാലും വേണ്ടില്ല, ഈ ഫണ്ട് നമുക്ക് അത്യാവശ്യമാണെങ്കിലേക്ക് നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഗുണത്തിലും പെടാതെ നഷ്ടത്തിൽ കാശിക്കാനും സാധ്യതകളുണ്ട്. അതാണ് അടുത്ത പ്രശ്നം. പിന്നീടുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട് സേഫ് ആണ് അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയതാണ് എന്നുള്ള രൂപത്തിൽ RD അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നല്ല കാര്യം തന്നെയാണ്, സേഫാണ്, നമുക്ക് അത്രയും പൂർണ്ണ വിശ്വസിക്കാൻ പറ്റിയ നിലവിലുള്ളതിൽ ഏറ്റവും വിശ്വാസയോഗ്യമായതാണ്, അതിൽ പ്രോഫിറ്റ് കുറവാണ്, പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ ഒരു കുഴപ്പം, ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾക്കിപ്പോൾ ഒരു നമ്മൾ കിട്ടുന്ന പൈസ ഒരു 6% ആണെന്നുണ്ടെങ്കിൽ ഈ പൈസയുടെ മൂല്യം അതിനനുസരിച്ചിട്ടല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നിലവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള മൂല്യമല്ല നമുക്കിത് തിരിച്ചെടുക്കുന്ന സമയത്ത് കിട്ടുക എന്നുള്ളത് കൂടി നമ്മൾ ഓർമ്മയിൽ വെക്കണം. ഇപ്പോൾ ഒരു 6% ആണ് നമുക്കിപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എത്ര വർഷം കഴിയുമ്പോൾ നമ്മുടെ രൂപയുടെ മൂല്യം അതിലേറെ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വെറുതെയാണ്, വേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു വന്ന് ഒരു 6%, 7% കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടാൻ പോകുന്നത് 6% ആണെങ്കിൽ എന്താണ് ലാഭം? നമ്മൾ എടുത്ത റിസ്ക് വേറെ, പിന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ, ഫീസുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പണം, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ലോസ് ആണ്. ഇത്രയും സമയം നമ്മളെ പൈസ കൊണ്ടിട്ടത് ശരിക്കും വേസ്റ്റാണ്. അതൊരു പ്രശ്നം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അതിൻ്റെ ചാർജസ്, ഹിഡൻ ചാർജസ് എന്തെങ്കിലും ഉണ്ടോ, എന്തൊക്കെയാണ് ചാർജുകൾ എന്നുള്ളത് കൃത്യമായി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. ഒരിക്കലും നമ്മൾ അത് ചോദിച്ചാൽ മോശമാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചില ഇല്ലാത്തവരായി മാറുകയോ അല്ലെങ്കിൽ ഈ ഫീൽഡ് അറിയാത്തവരായി മാറുകയോ ആരുന്നുണ്ടല്ലോ, നമുക്ക് എപ്പോഴും ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മളെ ഉള്ളിലുണ്ട് ഒരു ഈഗോ, എനിക്കിത് അറിയില്ല എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ മോശം എന്തോ ആണ്. അപ്പം നമ്മൾ പോയി സംസാരിക്കുക ആ രീതിയിൽ, എനിക്കിതൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കും. അപ്പം ഇതിനെക്കുറിച്ച് ചോദിക്കാൻ മാക്സിമം മടിയായിരിക്കും. അപ്പം ഈ ചാർജ് അല്ലെങ്കിൽ ടാക്സുകൾ അല്ലെങ്കിൽ ഫീസുകൾ ഇങ്ങനെയുള്ള കാര്യം കൃത്യമായി ചോദിച്ചറിയണം. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫണ്ട് നമ്മൾ തിരിച്ച് കൈപ്പറ്റുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 10,000 ആണ് നമുക്ക് ഒരു പ്രോഫിറ്റ് നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ടാക്സും ചാർജുകളും കഴിഞ്ഞിട്ട് നമുക്ക് തുച്ഛമായ പണേ കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം 10,000 ആണ്, അതിലൊരു 3,000 പോയി ടാക്സ് പോയി, ഒരു 2,000 പോയിട്ട് പിന്നെ നമ്മളെ ഫീസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രോക്കറേജ് ഉണ്ടല്ലോ, ഇതെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുക 5,000 ആണ്. അപ്പോൾ ഇതുകൂടി മനസ്സിലാക്കണം. നമ്മൾ ഇത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതുകൂടെ മനസ്സിലാക്കണം. മറ്റ് ഹിഡൻ ചാർജുകൾ അല്ലെങ്കിൽ എത്ര ടാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തീരുമാനമെടുക്കണം. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടോ. അപ്പോൾ കരുതും ഇതിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എല്ലാം പ്രശ്നമാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് വളരെ പ്രോഫിറ്റാണ്, ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് SIP ചെയ്യണം. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇതിനെ എങ്ങനെ നമുക്ക് കവർ ചെയ്യാന്നുള്ളത് ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ, വലിയൊരു റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. നമ്മൾ എല്ലാത്തിലും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ വിവിധങ്ങളായ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഈ ഒരു പോയിന്റ് ആണ് ഈ വീഡിയോയിലെ ഏറ്റവും വലിയ പോയിന്റ്. ഇത്രയും കാര്യം പറഞ്ഞതിൻ്റെ ഏറ്റവും കൺക്ലൂഷൻ പോയിന്റ് ഇതാണ്. ഉദാഹരണത്തിന് നമ്മുടെ അടുത്തുള്ള പണം, നമ്മുടെ അടുത്തൊരു 1 lakhs, ഒരു ഉദാഹരണത്തിന് ഒരു 1 lakhs ആണുള്ളത്. ഇതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ വെച്ചെങ്കിൽ, ഇപ്പോൾ മുൻ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഇതിലൊന്നും പ്രശ്നങ്ങളൊന്നും പെടാതെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, 1 lakhs 40% എന്ത് ചെയ്യുക, ഗോൾഡിൽ നിക്ഷേപിക്കുക. ഗോൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, നമുക്കതിൻ്റെ ഒരു മൂല്യം നമുക്കറിയാം, അതുകൊണ്ട് തന്നെ ഗോൾഡ് നിക്ഷേപിക്കാം. പിന്നെ അടുത്തായിട്ട് ഒരു 30% എന്ത് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട്, നല്ല മ്യൂച്വൽ ഫണ്ട് ഏതാ വെച്ചെങ്കിൽ അതിൽ നിക്ഷേപിക്കാം. പിന്നെ 20,000 നമ്മുടെ അടുത്തുള്ള അത് സ്റ്റോക്കിൽ നിക്ഷേപിക്കാം. പിന്നെ 10,000 ക്യാഷായിട്ട് വെക്കുക.
മനസ്സിലായോ? അപ്പോൾ നമ്മുടെ അടുത്തുള്ള 1,00,000 നമ്മൾ ഒരുമിച്ച് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാതെ വിവിധങ്ങളായ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്കിപ്പോൾ ക്യാഷ് 10,000 കയ്യിലുണ്ട്, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് പോയിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. ഈ 10,000 ഉദാഹരണം കേട്ടോ, ഈ 10,000 കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടക്കും. പിന്നെ നമ്മൾ സ്റ്റോക്കിൽ 10,000 സ്റ്റോക്കിൽ നമുക്ക് വരുന്ന വേരിയേഷൻ നമ്മളെ പ്രശ്നം വല്ല 20,000 ഉള്ളത്. അപ്പോൾ അതിന് വരുന്ന പ്രോഫിറ്റ് എന്തെങ്കിലും എന്തും സംഭവിച്ചാലും നമുക്ക് നേരിടാൻ കഴിയും. കാരണം നമ്മുടെ അടുത്ത് 30,000 മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, പിന്നെ 40,000 ഗോൾഡ് ഉണ്ട്. ഇത് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാണ്. ഈ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ തകർക്കാനാവില്ല, നിങ്ങളുടെ ഫണ്ടിന് പ്രശ്നം വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് മെസ്സേജ് അയക്കണം. നമ്മൾ എന്ത് ചെയ്യുക? യൂട്യൂബിന് താഴെ മുൻ വീഡിയോകൾ കാണണം, ഇനി വരാൻ പോകുന്ന വീഡിയോ കാണണം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സുഹൃത്തുക്കളെ അറിയിക്കണം. ഓക്കെ, പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.